ജൂൺ 5 10% വരെ സെമി കണ്ടക്ടർ ഇൻഡെക്സ് ഇടിഞ്ഞ് താഴെ വീണു. എന്നാൽ ഇന്നലെ ജൂൺ 8 അതേ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 5% കൂടുതലായിട്ട് വടക്കോട്ട് വെച്ച് തിരിച്ച് റീബൗണ്ട് വരെ ചെയ്തു. പക്ഷേ ഈ ആദ്യത്തെ ആ ഇടിവിനകത്ത് പലരും പേടിച്ചിട്ട് അവരുടെ സ്റ്റോക്സ് എല്ലാം പലതും വിറ്റ് കളഞ്ഞ കേസുണ്ട്. നമ്മുടെ പ്രേക്ഷകരിലും ചിലരുടെ കമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആ ഭയങ്കര നെർവസ്നെസ് അതിനകത്ത് കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത് ഷേക്കിംഗ് മണി ഔട്ട് ഓഫ് വീക്ക് ഹാൻഡ്സ്, ബലഹീന കരങ്ങളിൽ നിന്ന് കാശ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റത്തിനെയാണ് അത് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ മിക്കവാറും നമുക്ക് കാണാൻ കിട്ടുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ആ റീബൗണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിനകത്ത് ശക്തിമാന്മാരും കൂടെ കൈയിട്ട് ഒന്ന് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്നറിയണ്ടേ? നമ്മുടെ കയ്യിൽ നിന്ന് കാശും സ്റ്റോക്കും ഒക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നവൻ്റെ മുമ്പിൽ നമ്മൾ ഇച്ചിരി കരുത്തുള്ളവനായിരിക്കണ്ടേ? അങ്ങനെ എങ്ങനെ നടക്കുമെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഷെയ്ക്കിംഗ് മണി ഔട്ട് ഓഫ് ദ വീക്ക് ഹാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഈ കരങ്ങളെക്കുറിച്ച് അല്ല, മനസ്സിൻ്റെ ആ കരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു ക്രിക്കറ്ററാണ് സഞ്ജു സാംസൺ. കേരളത്തിൽ നിന്ന് പോയ ആളാണല്ലോ. അന്നേരം സഞ്ജു സാംസണിന് എല്ലാ മലയാളികൾക്കും ഒരു സ്പെഷ്യൽ കോർണറുണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ. സഞ്ജു സാംസൺ കളിക്കുന്ന മാച്ചിനകത്ത് മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും സഞ്ജു സാംസൺ നല്ലതുപോലെ കളിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നത്. അദ്ദേഹം T20 ക്രിക്കറ്റിനകത്ത് നല്ല സ്കോർസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് വരെ പ്രദാനം ചെയ്യേണ്ട പെർഫോമൻസ് ഒക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സഞ്ജു സാംസൺ ചിലപ്പം വൺ ഡേ ഇൻ്റർനാഷണലിൻ്റെ ടീമിനകത്തോട്ട് സെലക്ട് ചെയ്തെന്ന് വരും. പക്ഷേ ഒരിക്കലും സഞ്ജു സാംസണിനെ ടെസ്റ്റ് ക്രിക്കറ്റിനകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസണിൻ്റെ ആ ടെമ്പറമെൻറ്റ് അത് വൺ ഡേ ക്രിക്കറ്റിന് മാക്സിമം പറ്റിയെന്നിരിക്കും. T20ക്ക് പറ്റിയ ആളാണ് സഞ്ജു സാംസൺ. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിനകത്തോ അതിനകത്ത് പേഷ്യൻസും ലോങ് ഇന്നിങ്ങിൻ്റെ ഒരു മെൻറ്റാലിറ്റി, ഒരു ടെമ്പറമെൻ്റ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റിങ്ങിനകത്ത് പലപ്പോഴും ഇൻസ്റ്റൻറ്റ് ഒരു ന്യൂസ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് പലരും സ്റ്റോക്സ് അവരുടെ വിറ്റിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹൈപ്പിൻ്റെ പേരിലാണ് പല കാര്യങ്ങളുമൊക്കെ നടത്തുന്നത്. അങ്ങനെയുള്ളവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ T20 സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സാണ്. പക്ഷേ റിയലി സക്സസ്ഫുൾ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ടെസ്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അതിനെപ്പറ്റി നമുക്കറിയണം. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ അത് ചെയ്തിരിക്കണം, നമ്മുടെ ബിഹേവിയറിനെ തന്നെ നമ്മൾ പലപ്പോഴും മാറ്റിയിരിക്കണം. നമ്മുടെ ഈ ചില ന്യൂസുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്സിൻ്റെ പോർട്ട്ഫോളിയോക്കകത്തുള്ള ഇടിവൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു സഡൻ ആയിട്ടുള്ള ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരേണ്ട കാര്യമില്ല. അത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ മൂവ്മെൻറ്റ് നടത്തേണ്ടത്. അതെങ്ങനെയൊക്കെ നടത്താം? ഒരു 5 സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അന്നേരം ഏതൊക്കെയാണ് ഈ 5 സ്റ്റെപ്സ്? അന്നെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആകത്തും. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ജൂൺ 5 നടന്ന ആ ഒരു ഇടിവ് അത് ആദ്യത്തേതൊന്നും അല്ലായിരിക്കുമല്ലോ, അത് അവസാനത്തേതും അല്ലായിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഞാനീ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് തന്നെയാണ് ഞാനീ പറയുന്നത്. നിങ്ങളുടെ ഈ സ്ട്രോങ് ഹാൻഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 24 മണിക്കൂർ എത്ര ഇടിവ് നടന്നെന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടിരിക്കും. ആ ഇടിവിൻ്റെ കാരണം മനസ്സിലായെങ്കിൽ നമുക്ക് അതിനൊരു പ്രതിവിധി അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. ജനറലി ഒരു സ്റ്റോക്ക് കാര്യമായിട്ട് ഇടിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാം, ഊഹിക്കാം. പക്ഷേ മാർക്കറ്റ് ടോട്ടലി അങ്ങ് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രശ്നമല്ല, അത് ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ചില വാർത്തകളുടെ പ്രശ്നമായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് നഷ്ടം വരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പടപടോന്ന് എടുത്തിട്ട് നമ്മുടെ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ ജൂൺ 5 വിറ്റ അണ്ണന്മാരുടെ കാര്യം പറഞ്ഞ പോലെ ഇരിക്കും. അവർ വിറ്റത് എന്താണ്? ചിലപ്പം
8% നഷ്ടത്തിലായിരിക്കും, ചിലപ്പോൾ 5% നഷ്ടത്തിലായിരിക്കും, ചിലപ്പോൾ 10% നഷ്ടത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സാധനം വെച്ച് പിടിച്ച് ഇത് അടുത്ത സെഷനിൽ തിരിച്ച് വെച്ച് പിടിച്ച് ഒരു പോക്കും പോയി. അപ്പോൾ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ നല്ലൊരു പ്രോഫിറ്റിലായിരുന്നെങ്കിൽ, നിങ്ങൾ എന്നിട്ട് ട്രേഡിംഗ് ലോസ് ഇട്ടായിരുന്നെങ്കിൽ, അന്നേരം ആ ഒരു ഇടിവിനകത്ത് അത് സെയിൽ ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. നിങ്ങൾ ഓൾറെഡി നല്ല പ്രോഫിറ്റ് ആയിരുന്നു, അന്നേരം ഇച്ചിരി ഒരു 4-5-6% ഇടിഞ്ഞ ടോപ്പിൽ നിന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് എൻട്രി നടത്തി അതിനകത്തു നിന്ന് പൊത്തോന്ന് എടുത്ത് താഴെ വീണു, എന്നിട്ട് ഒരു 10% നിങ്ങളുടെ എൻട്രി ലിമിറ്റിൽ നിന്ന്, എൻട്രി ആ പോയിന്റിൽ നിന്ന് താഴോട്ട് പോയി നിങ്ങളത് വിറ്റ് കഴിഞ്ഞപ്പം നടന്ന എന്താണ്? യു ഹാവ് റിയലൈസ്ഡ് 10% ലോസ്. പക്ഷേ ഒരു സ്കോപ്പും ഇല്ലാതെ കിടക്കുകയാണ്. പക്ഷെ പിറ്റേന്ന് വെച്ച് പിടിച്ച് അത് വടക്കോട്ട് വെച്ച് പിടിച്ച് പോയി. അന്നേരം ടോട്ടലി നിങ്ങളത് റിക്കവർ ചെയ്യണമെങ്കിൽ നല്ലപോലെ പാടുപെടേണ്ടി വരും. ആ കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ മാർക്കറ്റ് ക്രാഷിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് 24 hours നമ്മൾ സമാധാനമായിട്ടിരിക്കുക, എന്നിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് നമ്മൾ ഒന്ന് പരിശ്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇടിവ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ചോദ്യം ചോദിക്കണം, ഈ ഇടിവിൻ്റെ കാരണം സ്ട്രക്ചറൽ ആണോ അതോ ഇമോഷണൽ ആണോ എന്നുള്ള കാര്യം. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് അതിന് ഏതോ കാര്യമായിട്ടുള്ള പ്രശ്നം വന്നു പോയോ, എന്താണാവോ പ്രശ്നം, ഇതിനകത്ത് ഈ ബിസിനസ് മോഡൽ ബ്രോക്കൺ ആണോ, ഡിമാൻഡ് ഇനിയും തീർന്നു പോയോ, അതോ ടെക്നോളജി ഒബ്സൊലീറ്റ് ആയോ, എന്താണാവോ കാരണം. ആ കാരണം സ്ട്രക്ചറൽ ആണ്, ഫണ്ടമെൻ്റൽ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ആ സ്റ്റോക്ക് എടുത്ത് വിൽക്കുക, പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ വേറെ ഒരു പരിപാടിയുണ്ട്, ഇത് ഇമോഷണൽ ആണോ? ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൈഡൻസ് മിസ്സാണോ? ബ്രോഡ്കോമിൻ്റെ കാര്യം അതല്ലായിരുന്നു, ഗൈഡൻസ് മിസ്സായിപ്പോയി. ഗൈഡൻസ് മിസ് പോലും ആയില്ല, ലോ ഗൈഡൻസ് ആണ് കൊടുത്തത്, അത്രേ ഉള്ളൂ. ഗൈഡൻസ് കൊടുത്തിട്ട് അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടി സീരിയസ് ആണ്. പക്ഷേ അവർ ഗൈഡൻസ് തന്നെ പറഞ്ഞു 16 ബില്യൺ ആണ് അടുത്ത ക്വാർട്ടറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അന്നേരം അതിന് ബദലായിട്ട് ചില അനലിസ്റ്റ് പറഞ്ഞ 1/2 ബില്യണും കൂടെ ഒന്ന് കൂട്ടാമായിരുന്നല്ലോ. അന്നേരം അത് ഗൈഡൻസ് മിസ് പോലും അല്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും മാക്രോ ഫിയർ ആണോ, അതോ ഒരു റോങ് ഹെഡ്ലൈൻ ആണോ, ഒരു ബാഡ് ഹെഡ്ലൈൻ ആണോ, ട്രംപ് വല്ലതൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഹോർമുസ് കടലിൽ വല്ലതൊക്കെ പരിപാടി നടന്നെന്നുള്ള കാര്യം. ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഇമോഷണൽ പ്ലേ ആണ്. ഇതിനകത്ത് നിങ്ങളുടെ സ്റ്റോക്കിന് കാര്യമായിട്ട് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല ഓൺ ദ ലോങ് റൺ. അന്നേരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അതിന് ഇച്ചിരി വില കുറഞ്ഞു പോയി ഒരു 10% ഇടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ കയ്യിൽ ഉള്ള കാശിനകത്ത് നിന്ന് ഒരു ട്രഞ്ച് എടുത്തിട്ട് എക്സ്ട്രാ വാങ്ങിയിരിക്കണം. ആ പരിപാടി നിങ്ങൾ ചെയ്യണം. സ്ട്രക്ചറൽ ഓർ ഇമോഷണൽ, ഈ ഒരു ചോദ്യത്തിന് മറുപടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിന് മറുപടിയും കൂടെ നിങ്ങളുടെ കയ്യിൽ അന്നേരം കാണും. ഈ നെഗറ്റീവ് പറയുന്ന അനലിസ്റ്റ് ഉണ്ടല്ലോ, അവർക്കൊരു ചിന്തയേ ഉള്ളൂ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ താഴെ പോയി അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർസിൻ്റെ ഏജൻസ് ആണ്, താഴെ ഇടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി നമുക്ക് വാങ്ങാമല്ലോ. അന്നേരം ഇത് ഇടിച്ച് താഴെ ഇടുന്ന ഒരു പ്രക്രിയയും കൂടെയാണ് ഈ അനലിസ്റ്റിനകത്ത് പൊതുവെ കാണുന്നത്. 2 തരം അനലിസ്റ്റ് ഉണ്ട്, ക്രിട്ടിക്കലായിട്ടുള്ള അനലിസ്റ്റ് ഉണ്ട്, പിന്നെ ലീഡിങ് അനലിസ്റ്റും കൂടെ ഉണ്ട്. ഈ ലീഡിങ് അനലിസ്റ്റ് അവരുടെ ഈ റേറ്റിംഗ്, അല്ലെങ്കിൽ ബൈ റേറ്റിംഗ്, ഹോൾഡ് റേറ്റിംഗ്, സെൽ റേറ്റിംഗ്, ഇതൊന്നും ഒരു റിസൾട്ടിൻ്റെ ബേസിസിൽ ഇവിടെ ഒന്നും അങ്ങ് ചേഞ്ച് ഒന്നും ചെയ്തില്ല. അവർ നല്ലപോലെ തറോ സ്റ്റഡി ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലീഡ് അനലിസ്റ്റിൻ്റെ റേറ്റിങ്ങിനകത്ത് ഒരു മാറ്റവും ഒരു AI സ്റ്റോക്സിനകത്തും വന്നിട്ടില്ല. അവരതുപോലൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വി ഹോൾഡ് ദിസ് പർട്ടിക്കുലർ റേറ്റിംഗ്. ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബൈ ആണ്, ടാർഗറ്റ്സ് എത്ര ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് അവിടെ തന്നെയാണ്. പിന്നെ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കണ്ട, പക്ഷേ പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ട എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഹോൾഡ് എന്ന് പറയുന്നത്. അതാണെങ്കിൽ അതാണ്. സെല്ലെന്നുള്ള റേറ്റിംഗ് ആണെങ്കിൽ വിൽക്കുക എന്നുള്ള റേറ്റിംഗ്. അത് അവർ ലീഡ് അനലിസ്റ്റ് യൂഷ്വലി അങ്ങനെ മാറത്തില്ല, ഓരോ ദിവസം വരുമ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും ചാഞ്ചാടത്തില്ല ലീഡ് അനലിസ്റ്റ്. ഈ AI സ്റ്റോക്സിനകത്ത് ലീഡ് അനലിസ്റ്റ് തറവായിട്ട് അവർ പറഞ്ഞ കാര്യത്തിനകത്ത് തന്നെ അവർ നിലനിന്നു. മൈക്രോണൊക്കെ 10% ഇടിഞ്ഞതായി വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊക്കെ ഒരു ലീഡ് അനലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഇടിച്ചേനെ. പക്ഷേ അവർ പറഞ്ഞു അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, 1350, 1500 എന്നൊക്കെ പറഞ്ഞ് പലരും ഉണ്ട്. അവർ പറയുന്നത് വി സ്റ്റാൻഡ് ബൈ ദാറ്റ്. എന്നിട്ട് പിറ്റേന്ന് ഈ സ്റ്റോക്കുകളെല്ലാം ആ വീണടുത്തു നിന്ന് എണ്ണീറ്റ് അങ്ങോട്ട് വടക്കോട്ട് വെച്ച് പിടിച്ചിട്ട് പോയി. അത്രമാത്രമല്ല, ടോപ്പ് CEOs എന്ത് കമൻറ്റ് ചെയ്യും.
ഇതിനകത്ത് ഏറ്റവും നല്ലതായിട്ടുള്ള കമൻറ്റ് ചെയ്തത് ജെൻസൺ ഹുവാങ്. ജെൻസൺ ഹുവാങ് പറഞ്ഞത് ബൈ ദിസ് ഡിസ്കൗണ്ട്, ഇത് ഡിസ്കൗണ്ടിൻ്റെ സമയമാണ്, ഇപ്പോൾ വാങ്ങുകയും. ജെൻസൺ ഹുവാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവിഡിയയുടെ CEO ആണ്. അദ്ദേഹം ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയുടെ CEO ആണ്. എൻവിഡിയക്കാട്ടും വലിയ കമ്പനി ലോകത്തിൽ ഇല്ല. എൻവിഡിയയെ ത്രാസിൻ്റെ ഒരു വശത്ത് വെച്ചിട്ട് ഇന്ത്യയെ ത്രാസിൻ്റെ മറ്റേ വശത്ത് വെച്ച് കഴിഞ്ഞാൽ എൻവിഡിയയ്ക്കാണ് ഇന്ത്യയെക്കാട്ടിലും ഭാരം കൂടുതൽ എന്നുള്ള കാര്യം അറിയാം. അന്നേരം അങ്ങനെയൊക്കെ ഉള്ള ഒരു CEO ഒരിക്കലും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ പ്രാവശ്യം അങ്ങനെ വല്ല ഇറസ്പോൺസിബിൾ ആയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റിക്ക് ഭയങ്കര ക്രാഷ് നടക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെയൊന്നും ജെൻസൺ ഹുവാങ് പോലെ വലിയ CEOs ഒന്നും പറയത്തില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈ പാറ്റേൺസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ ഈ സ്റ്റോക്സ് വാങ്ങുന്നത്. നമ്മൾ ഇത് 8, 10, 20 വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊന്നും വലിയ ചേഞ്ച് ഒന്നും വരാൻ പോകത്തില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങുമ്പോഴേക്ക് അവർക്ക് ആയിരക്കണക്കിനും മില്യൺസിനുമാണ് ഒറ്റ ഷോട്ടിനകത്ത് പോയി അവർ വാങ്ങുന്നത്. അന്നേരം അവർ നടത്തിയിരിക്കുന്നത് എന്താണ്? അവർ പോയി വാങ്ങി, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് താഴെ നിന്ന് പോയി പിന്നെയും വാങ്ങി. ആ പരിപാടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ ഈ ഒരു ഇടിവ് അത് ഷേക്കിംഗ് മണി ഔട്ട് ഓഫ് വീക്ക് ഹാൻഡ്സ്, ബലഹീന കരങ്ങളിൽ നിന്ന് അത് ബലമുള്ള കരങ്ങളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഇൻഡസ്ട്രിയെ പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു കൺവിക്ഷൻ വേണം. ഇതാണ് 4ാമത്തെ പോയിന്റ്. കൺവിക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ്സ് ഓൾറെഡി വീക്കാണ്. അത് എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ഡെയിലി ന്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ, അതിൻ്റെ പുരോഗമനം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അവിടെ ഇവിടെയും ഈ താറാവ് പോയി മുട്ടയിടുന്ന പോലെ ഒന്നും മുട്ടയിടേണ്ട കാര്യമില്ല. നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. എന്നിട്ട് നല്ല കമ്പനീസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അന്നേരം കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഓൾറെഡി വീക്ക് ഹാൻഡ്സ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ AI സ്റ്റോക്സിനകത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തറിയാം? ഹൈപ്പർ സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആമസോൺ. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേണ്ട ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, അവിടെ പോയി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ കമ്പനീസ് ചിലവ് കുറയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഈ ഹൈപ്പർ സ്കെയിലേഴ്സ് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു മോഷൻ, അവരുടെ ഒരു പരിപാടി അത് കുറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം പോലും കുറയ്ക്കുന്നില്ല. ഇന്നത്തെ ന്യൂസ്, ഗൂഗിൾ ബ്രോഡ്കോമിന് 2031 വരെ അവർക്ക് കൊടുത്തു തീർക്കാനുള്ള അമിതമായ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രോഡ്കോമിന് നിന്ന് തിരിയാൻ സമയം കാണത്തില്ല 2031 വരെ. അന്നേരം ആ ബ്രോഡ്കോം അങ്ങ് നശിച്ചു പോകുമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു മറുപടിയായി ഇരിക്കട്ടെ. പിന്നെ AI ചിപ്പിൻ്റെ ഡിമാൻഡ് കുറയുന്നുണ്ടോ, ആക്സലറേഷനാണോ? ഭയങ്കരമായിട്ട് ആക്സലറേഷൻ ഇല്ല. ഡിമാൻഡിന് ഒരു ക്ഷാമവും ഇല്ല. മൈക്രോൺ, SK ഹൈനിക്സ്, സാംസങ്, എൻവിഡിയ, AMD, ബ്രോഡ്കോം ഇങ്ങനെയൊക്കെയുള്ള ചിപ്പ് കമ്പനികൾക്ക് അവർക്ക് ചില 5 വർഷത്തേക്ക് ഒന്ന് നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിലാണ് അവർക്ക് ഓർഡറിൻ്റെ കൂമ്പാരം വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവല്ലേ? ഹൈപ്പർ സ്കെയിലേഴ്സിൻ്റെ ചിലവ് കുറയുന്നില്ല, അവർ ചിലവ് കൂട്ടുന്നുണ്ട്. AI ചിപ്പിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ്റെ ഡിമാൻഡ് അത് കുറയുന്നില്ല. പിന്നെ അടുത്ത ഒരു കാര്യം നോക്കണം, ഈ AI കവച്ച് വെക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു ടെക്നോളജി ഓൾറെഡി വന്നോ? അന്നേരം ഈ AI എളുപ്പം ഓബ്സൊലീറ്റ് ആകും, അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അങ്ങനെ ഒരു ടെക്നോളജി ഇതുവരെ വന്നിട്ടില്ല. AI ആണ് ഇപ്പം ടെക്നോളജിക്കകത്ത് ഏറ്റവും ടോപ്പായി ഇരിക്കുന്നത്. അതിനെ കവച്ച് വെച്ച് AI എടുത്ത് ദൂരക്കളയത്തൊക്കെ വന്നോളം വേറെ ഒരു ടെക്നോളജി വരത്തില്ല. ഇനി വരുന്ന ടെക്നോളജി പോലും AI യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്, അല്ലാതെ അതിനെ തട്ടിമാറ്റുന്ന ഒരു ടെക്നോളജി അല്ല. അന്നേരം ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കൺവിക്ഷനിൽ തന്നെ പിടിച്ചിരിക്കണം. നിങ്ങൾക്ക് അതിന് വിരുദ്ധമായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു ലോജിക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീക്ക് ഹാൻഡ്സ് ആകുന്നതിനകത്തൊരു അർത്ഥമെങ്കിലും ഉണ്ട്.
ഇപ്പോൾ നിങ്ങളുടെ കരങ്ങൾ ബലഹീനപ്പെടാനായിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ AI സ്റ്റോക്സിൻ്റെ ഉടമയാണ്. 5-ാമത്തെ പോയിന്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ജെൻസൺ വാങ് പറഞ്ഞതുപോലെ തന്നെ ബൈ ദ ഡിപ്പ്. ഇപ്പോൾ നല്ലൊരു സമയമാണ്, വാങ്ങുവീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ തന്നെ പിൻപറ്റുവീൻ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സർപ്ലസ് ആയിട്ട് ഇരിക്കുന്ന അതിൻ്റെ 100% കൊണ്ട് ഡിപ്ലോയ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആദ്യം വേണമെങ്കിൽ ഒരു 10-15% മാത്രം ഡിപ്ലോയ് ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ലെവലിൽ നിന്ന് ഇനിയും താഴെ വീണ് കഴിഞ്ഞാൽ ഇച്ചിരും കൂടെ വാങ്ങണമല്ലോ, ആവറേജിങ് ചെയ്യാനായിട്ട് ഇച്ചിരി കൂടെ മാറ്റി വെച്ചിരിക്കണം. പിന്നെ ഇച്ചിരി കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിനകത്ത് നമ്മുടെ എമർജൻസി ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് വേറെ ഒരു 1/3 മാറ്റി വെച്ചിരിക്കണം. ബിക്കോസ് നമുക്കറിയുന്നില്ല മാർക്കറ്റ് എങ്ങനെ വളയും തിരികെയും പുളയൊക്കെ ചെയ്യും. പക്ഷേ അതേസമയം ഇതിന് സ്ട്രക്ചറലായിട്ടുള്ള ഒരു റിയൽ പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് ആകണമെന്നില്ല, ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന് സ്ട്രക്ചറലായിട്ടുള്ള റിയൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എവിടാണ് നമുക്ക് ഒരു തീസിസ് നമുക്ക് തന്നെ വേണം. അത് എവിടെ പോയി നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഫിറ്റ് ചെയ്യണമെന്നുള്ള കാര്യം. അതിനും കറക്റ്റായിട്ടുള്ള നഷ്ടത്തിനകത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാവോ? നമുക്കങ്ങ് ഫുള്ളങ്ങ് നഷ്ടത്തിനകത്ത് പോകത്തില്ല. നമ്മുടെ യെസ് ബാങ്കുകാർക്ക് അണ്ണന്മാർക്ക് പറ്റിയ പ്രശ്നം പോലുള്ളത്. അന്നേരം അവിടെ എന്ന് വെച്ചാൽ സ്ട്രക്ചറലായിരുന്നല്ലോ. അന്നേരം അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിക്കകത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിറ്റ് ചെയ്യണം. പക്ഷേ അത് നല്ലപോലെ അങ്ങ് ഇടിഞ്ഞ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗതികേടിൽ വരേണ്ട കാര്യമില്ല. അന്നേരം ഈ 5 പോയിന്റ്സ് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്തുള്ള ഇടിവൊക്കെ സുഖമായിട്ട് കാശുണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങളിത് കരുതും. നമ്മുടെ ഇന്ത്യയിലെ നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ് പോലെ തന്നെയാണ് സൗത്ത് കൊറിയയിൽ കോസ്പി എന്ന് പറഞ്ഞ ഇൻഡെക്സ്. അന്നേരം ആ കോസ്പിയുടെ ഇൻഡെക്സ് ഇന്നലെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 8% വരെ ഇടിഞ്ഞ് താഴെ വീണ് കിടപ്പുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ദിവസം മുമ്പ് 1 വർക്കിംഗ് ഡേ ഹെഡ് അമേരിക്കയിൽ നടന്ന ആ ഒരു മെൽറ്റ് ഡൗണിൻ്റെ ബിഹേവിയറിനെ റിഫ്ലക്റ്റ് ചെയ്താണ് അവിടെ കാണിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കോസ്പി 8.18% വരെ പൊങ്ങിക്കിടപ്പുണ്ട്. ഇന്നലെ അവർ 8% താഴോട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് സൗത്ത് കൊറിയയിലെ ഈ നമ്മുടെ ഇന്ത്യയിലെ സെബിയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ ട്രേഡിങ് നിർത്തിവെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി മാത്രം കമ്പനി ഇല്ല ആ ഇൻഡെക്സിനകത്ത്. ഇൻഡെക്സിനെ ലീഡ് ചെയ്യുന്ന 2 കമ്പനീസ് ഉണ്ട്. അതായതാണ് SK ഹൈനിക്സും സാംസങ് ഇലക്ട്രോണിക്സും. അവരാണ് മെമ്മറിക്കകത്ത് ഏറ്റവും ടോപ്പായി കിടക്കുന്നത്. എന്നിട്ട് ആ കമ്പനിക്ക് തന്നെ പണി കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് അവർ ഇന്നലെ ട്രേഡിംഗ് വരെ സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 8% മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ഇതൊക്കെ വെറും താൽക്കാലികമായ ഒരു ബ്രേക്കോ ഒരു ബമ്പോ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ AI ഈസ് ഹിയർ ടു സ്റ്റേ. AI ഒരു വലിയ ബബിളൊന്നും അല്ല. പലരും പറയുന്നത് പോലെ AI ദീർഘനാളത്തേക്ക് നമ്മുടെ ജീവിതം, ലോകത്തിൻ്റെ ജീവിതമൊക്കെ ഒന്ന് മാറ്റിമറിക്കുന്ന ഒരു സംഭവം കൂടെയാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ അടിക്കാൻ മറക്കല്ലേ. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.